ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ പറയുന്നത് നമ്മൾ അത്താഴത്തിൽ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാമെന്ന് കണ്ടോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും കൂടെ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഒന്ന് കണ്ടോക്കണേ. ഇന്നിപ്പോൾ ഞാൻ നമ്മളെ നോമ്പ് തുറക്കെ കഴിഞ്ഞ ശേഷം ഭയങ്കര ക്ഷീണം, തലവേദന, മൈഗ്രെയിൻ്റെ തലവേദന കേട്ടോ. അതൊക്കെ ആയപ്പോൾ ഞാൻ അങ്ങനെ പോയി കിടന്നു. പാത്രം കഴുകൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടില്ലായിരുന്നു, മന്തി ഉണ്ടാക്കി അന്ന് രാത്രിത്തെ അത്താഴത്തിൻ്റെ വീഡിയോ തന്നെയാണ് ഇട്ടത്. അപ്പോൾ എല്ലാം നമ്മൾ അടുക്കളയിൽ അലങ്കോലായി കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കറി വെക്കാനും മീൻ പൊരിക്കാനും എല്ലാം ഉണ്ട്. അതൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ രാത്രി 9:40 ആയിക്കുണ്ടാവും. അപ്പോൾ അതുവരെ ഞാൻ കിടക്കഴിഞ്ഞിട്ട് ക്ഷീണമായിട്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ട് തലവേദനയായിട്ട് ഭയങ്കര തലവേദനയായിരുന്നു. അങ്ങനെ പോയി കിടന്നു. എന്നിട്ടിപ്പോൾ ഞാൻ 9:30 ആയിക്കണം ഒന്ന് എണീറ്റതിന് ശേഷം ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നാട്ടാം. കിച്ചണിൽ ഒരുപാട് പാത്രം കഴുകാനും അതുപോലെ തന്നെ തുടയ്ക്കാനും എല്ലാം ഉണ്ട്. അപ്പോൾ മക്കൾ കുഞ്ഞിരായും കൂടെ നോമ്പറ കഴിഞ്ഞിട്ട് അവർ വേസ്റ്റും ഇതൊക്കെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. പാത്രം കഴുകാൻ നിന്നപ്പോൾ ഞാൻ സമ്മതിച്ചില്ല കേട്ടോ. വേണ്ട, ഞാൻ കഴുകിക്കൊണ്ട് പറഞ്ഞു. പിന്നെ അവർക്കും നോമ്പറിന ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവർ പാത്രം കഴുകി കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ ഫുള്ളും വെള്ളം കാര്യങ്ങളൊക്കെ ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴുകിക്കൊണ്ട്. അപ്പോൾ അന്ന് ഞാൻ അത്താഴത്തിന് നമ്മൾ കുറേ ദിവസം ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് അത്താഴത്തിന് ഇടയ്ക്ക് എപ്പോഴെങ്കിലുമൊക്കെ ചോറ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ അന്ന് വൈകുന്നേരം ആയപ്പോഴേ കുഞ്ഞിരാക്ക് പറഞ്ഞ് അയില കൊണ്ടുവന്നിട്ട് പറഞ്ഞ് അയില മുളകിട്ടിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തിട്ട് അത്താഴത്തിന് ഉണ്ടാക്കാം, അയിലക്കറി മുളകിട്ട കറിയൊക്കെ കൂട്ടാനായിട്ട് ഒരു പൂതിട്ടാണ്. അങ്ങനെ നമ്മൾ അത്താഴത്തിന് ചോറുണ്ടാക്കിയിട്ട് കുറേ ആയികളൊന്നും സാധാ കടിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ നോമ്പ് തുറക്ക് എന്താ ഉണ്ടാവുക അതന്നെ കേട്ടോ കഴിക്കൽ കുറേ ദിവസമായിട്ട്. ഇപ്പോൾ നോമ്പ് വന്നതിന് ശേഷം 2 ദിവസമായിട്ടേ ചോറ് വെച്ചിട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ അത് ചോറ് വെക്കണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നതിന് ശേഷം ഇതിപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ ആദ്യം നമ്മൾ പച്ചക്കറിക്ക് ഇട്ടെടുക്കാം കേട്ടോ. അതെല്ലാം കൂടെ വേസ്റ്റ് ഉള്ളതുകൂടെ ഒരു പാത്രത്തിലാക്കി വെച്ചു. ഇനിയിപ്പോൾ ഞാൻ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി അരി കഴുകി അതിൽ ഇട്ടുകൊടുക്കുക. അതവിടെ കിടന്ന് തിളച്ചോളൂ. ഇപ്പോഴേക്കും നമുക്ക് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കാമല്ലോ. അങ്ങനെ നമ്മളെപ്പോൾ കിച്ചണിലേക്ക് വരുമ്പോൾ കിച്ചൺ നീറ്റായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ മനസ്സിന്. അതുപോലെ തന്നെ ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ തന്നെ എൻ്റെ കിളി പോയി നിറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. പക്ഷേ പാത്രം കഴുകാനുള്ളത് ഇങ്ങനെ നിരന്ന് കിടക്കണമൊന്നുമില്ല. അത് കഴുകാനുള്ളൊക്കെ സിങ്ക് മക്കൾ കുഞ്ഞിരായും കൂടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നിരന്ന് ഇരിക്കുമ്പോഴാണ് നമുക്ക് അധികം ഇടങ്ങേറ് വരില്ല. എല്ലാം സിങ്കിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ റാക്ക് തുടക്കാനും റാക്കിലൊക്കെ എണ്ണമയം കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. നമ്മൾ വൈകുന്നേരത്തെ നോമ്പറൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയുള്ളതാണ് തുടച്ചിട്ടേ ഇല്ല കേട്ടോ. പിന്നെ അന്ന് കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു നോമ്പ് തുറക്കാനായിട്ട്. അപ്പോൾ എല്ലാം ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നോമ്പ് തുറക്കണ മുന്നേ തന്നെ ഗ്യാസ് അടുപ്പും നമുക്ക് സ്നാക്സ് ഉണ്ടാക്കി എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ നോമ്പ് തുറക്കണ മുന്നേ തന്നെ അങ്ങനെ തുടക്കലാണ് കേട്ടോ. പക്ഷേ വീഡിയോ എടുക്കണമെന്ന് നമ്മൾക്ക് കുറച്ചെല്ലാം നേരം വൈകൂട്ടാ എന്തായാലും. കാരണം വീഡിയോ എടുക്കണ ദിവസം അറിയാമല്ലോ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മൾ 1 മണിക്കൂറുള്ള പണി നമുക്ക് 2 മണിക്കൂറായും ക്യാമറ തിരിച്ചിട്ട് നോക്കിയപ്പം നമ്മളെന്തായാലും കുറച്ച് നേരത്തെ തന്നെ കിച്ചണിലേക്ക് വരണം. ഇന്നാലും നേരത്തെ വന്നാലും ആ നോമ്പ് തുറക്കണ സമയത്ത് ഒരു തിരക്കാണ് എങ്ങനെ ആയാലും. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞാൻ ആദ്യം ഗ്ലാസ് ഐറ്റംസും അതുപോലെ തന്നെ പൊട്ടുന്ന പാത്രങ്ങൾ എല്ലാം കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കഴുകിയ ഗ്ലാസ്സില്ലേ അത് കഴുകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിട്ടായി. എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നോമ്പ് 8-നാണെന്ന് തോന്നുന്നു ഇതുപോലെ എൻ്റെ ആ ഗ്ലാസ് കഴുകുമ്പോൾ കയ്യിൽ തട്ടി സ്റ്റിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഗ്ലാസ് ഇതുപോലെ കഴുകുമ്പോൾ അത് പൊട്ടിയിരുന്നതിന് ഞാൻ കണ്ടില്ല. അതിൻ്റെ ഉള്ളിൽ ഞാൻ കൈയിട്ട് കണ്ടിട്ട് ഗ്ലാസ് വരുതിയതാണ്. അപ്പോൾ ആ പൊട്ട് ഇങ്ങോട്ട് അടഞ്ഞു വീണ് കയ്യിലേക്ക് അങ്ങോട്ട് തുറക്കും 2-3 സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഈ ഗ്ലാസ് എപ്പോൾ കഴുകുമ്പോൾ എനിക്ക് പേടിയുണ്ട്. പിന്നെ നമ്മൾ ജ്യൂസ് എടുക്കാനൊക്കെ ആ ഗ്ലാസ് തന്നെയാണ് എടുക്കുക. അങ്ങനെ അപ്പോൾ അത് ഞാൻ കഴുകുമ്പോൾ മോൻസ് കാണുമ്പോൾ എപ്പോഴും പറയും ഉമ്മച്ചിൻ്റെ കൈ കയറിയ ഗ്ലാസ്സാണ്, അത് നോക്കി കഴുകിക്കൂടി. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ഞാൻ പറഞ്ഞ ഗ്ലാസ് ഐറ്റം പാത്രങ്ങളൊക്കെ ആദ്യം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ മറ്റുള്ള പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കട്ടെ ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചോറ് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചു. പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ തുടയ്ക്കാൻ നിന്നിട്ടും. അപ്പോൾ ഞാൻ നമ്മൾ ഗ്യാസ് ഉള്ള ഭാഗത്ത് ഞാൻ നല്ല സോപ്പിട്ടിട്ട് തന്നെ തുടച്ചെടുത്തു. കാരണം അവിടെ എണ്ണമഴ ഉണ്ടല്ലോ. അപ്പോൾ ഞാനത് സോപ്പെടുത്തിട്ട് തുടച്ചെടുത്തു. ഇവിടെ പിന്നെ ഞാൻ നോർമലായിട്ട് 2-3 പ്രാവശ്യം തുടച്ചെടുത്തു. പിന്നെ നല്ലൊരു ഉറുമ്പുണ്ട് അടുക്കളയിൽ. ഈ ഫ്രൂട്ട്സിൻ്റെ മധുരം അതൊക്കെ ഉണ്ടാകുന്നുണ്ടാകും. നോമ്പ് വന്നതിന് ശേഷം ഒരു കറുപ്പ് ഉറുമ്പില്ലേ, അങ്ങനെ കടിക്കാത്ത അരിക്കണ ഉറുമ്പ്, അത് നല്ല കിച്ചണിലുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ചുമരിലൂടെ ഒക്കെ നല്ല അങ്ങനെ പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ എപ്പോഴും മധുരത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാവുമല്ലോ കിച്ചണിൽ, ഫ്രൂട്ട്സ് കട്ടയിനൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ അപ്പോൾ ഞാൻ റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. മെയിനാക്കിയിട്ട് തന്നെ തുടച്ചെടുക്കുന്നുണ്ട്.
ഇതിപ്പോൾ ഇവിടെ തുടച്ചതിന് ശേഷം ഞാൻ ഇവിടേക്ക് നമ്മളെ പിന്നെ കട്ടിംഗ് ബോർഡും അതുപോലെ തന്നെ പിന്നെ കുറച്ച് മന്തി റൈസ് ബാക്കിയുണ്ടായിരുന്നു, അത് പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ ചീനച്ചട്ടി അതൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മൾ ഗ്യാസ് ഇരിക്കുന്ന ആ ഭാഗം കൂടെ ഒന്ന് ക്ലീൻ ആക്കണേ. ഞാൻ എപ്പോഴും കിച്ചണിൽ കുറച്ച് അധികം നേരം നിൽക്കുമ്പോൾ മോനസിന് ഭയങ്കര ബേജാറാട്ടോ. കഴിഞ്ഞില്ലേ മച്ചൻ്റെ പണി ഇങ്ങോട്ട് പോരി കഴിഞ്ഞില്ല അങ്ങനെ ഒരു പറഞ്ഞുകൊണ്ടിരിക്കൂട്ടെ. കുറേ നേരം അവനക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് വന്നിക്കണം, എന്നിട്ട് അമ്മച്ച എന്താ ചെയ്യണം അതൊക്കെ നോക്കണം. അപ്പോൾ കിച്ചണിലാണെങ്കിൽ അങ്ങനെ ഞങ്ങൾ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ലേ മച്ചേ മതി മച്ചേ ഇങ്ങനെ പറയൂട്ടോ. അപ്പോൾ ഭയങ്കരമാണ് മുപ്പിക്ക്. അപ്പോൾ നമ്മൾ സുഖമില്ല എന്ന് കണ്ട് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ അധികം കേട്ടോ. കഴിഞ്ഞില്ല മച്ചേ പിന്നെ മതി ഇനി പിന്നെ ചെയ്യാം അങ്ങോട്ട് പോരി വന്ന് കെടുന്നോളി അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട് എന്തായി കഴിഞ്ഞാൽ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതാ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കൽ മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ ഒരു എന്താ പറയുക ഒരു എനർജി അല്ലല്ലേ, നമ്മൾ പാത്രം കഴുകലും ക്ലീൻ ആക്കിയിട്ടില്ലേ. ഇനിയിപ്പോൾ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമ്മൾ അങ്ങനെ ചെയ്ത് പോയിക്കോളും. എല്ലാതും കൂടി കാണുമ്പോൾ ക്ലീൻ ആക്കാനുള്ള കാണുമ്പോഴാണ് നമുക്ക് പിന്നെ പണിയെടുക്കാനുള്ള തോന്നായിട്ടാണ്. ഇനിയിപ്പോൾ അത് ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് പുളി വെള്ളത്തിലിട്ടൊക്കെയുണ്ട്. ഞാൻ പറഞ്ഞല്ല അയല മുളകിടാണ്ട് എന്നുള്ള. അപ്പോൾ പുളിയൊന്ന് ഞാൻ കുറച്ച് ചുടുവെള്ളത്തിലാണ് ചെറിയൊരു ചുടുവെള്ളത്തിലാണ് ഇട്ടെടുക്കണേ, പെട്ടെന്ന് പുതന്ന് കിട്ടിക്കോളും. ഇനിയിപ്പോൾ അത് മീനൊക്കെ ഒന്ന് കഴുകി വെക്കണം. അപ്പോൾ ചെമ്മീനൊക്കെ തൊലിച്ച് വെച്ചത് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴുകി വെച്ചതായിരുന്നു, കഴുകി വെള്ളത്തിലിട്ട് കണ്ട് ഫ്രീസറിൽ വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ അത് ഞാനിതൊന്നും മേലെക്കൂടി വെള്ളം ഒഴിച്ചൊന്ന് നല്ലൊന്നുകൂടി കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അയല കട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയ അയല ഇട്ടെടുത്തിട്ടുണ്ടായി, നല്ല ടേസ്റ്റുള്ള അയലായിരുന്നു. അപ്പോൾ അതൊന്ന് കട്ടാക്കാനുമുണ്ട്. ഇപ്പോൾ ചെമ്മീനൊന്ന് കഴുകിയിട്ട് ഞാൻ ആദ്യം ഒന്ന് മാറ്റി വെക്കാൻ, പിന്നെ അയല മുറിച്ചെടുക്കാൻ വിചാരിക്കാം കേട്ടോ. പിന്നെ അയല കട്ടാക്കി എടുക്കാൻ വിചാരിക്കാൻ അങ്ങനെ. എനിക്ക് മാറ്റി വെക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസമായിരിക്കുന്നത് നമ്മൾ ചോറ് അത്താഴത്തിന് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയ ദിവസങ്ങളൊക്കെ നമ്മൾ പിന്നെ അതുപോലെ തന്നെ ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബീഫ് വരട്ടിയതോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. മീൻ കറി നമ്മൾ നോമ്പ് വന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ 2 പ്രാവശ്യം ചെമ്മീൻ കറി ഉണ്ടാക്കിയിരുന്നു. അത് നമ്മൾ അത്താഴത്തിന് പിന്നെ പത്തിരി തന്നെയായിരുന്നു, പത്തിരിക്കും ദോശ അങ്ങനെ തന്നെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അയിലക്കറി മുളകിട്ടും പിന്നെ എന്താ പറയുക ചോറും കഴിക്കാമെന്നുള്ളതിൽ കേട്ടോ. ഭയങ്കര പൂതി അങ്ങനെ കഴിക്കാൻ അങ്ങനെ. അപ്പോൾ എത്രയൊക്കെ നല്ല ഫുഡ് കഴിച്ചാലും നമ്മൾ നാടൻ ചോറിനും പിന്നെ നാടൻ കറിക്കൊന്നും നോക്കൂലല്ലോ അങ്ങനെ. ഇനിയിപ്പോൾ ഇതാ അങ്ങനെ പിന്നെ അയിലാവുമ്പോൾ മുളകിടാനേ പറ്റുള്ളൂ, മക്കൾക്ക് പൊരിച്ചാലോ അങ്ങനെ അതൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ പിന്നെ ചെമ്മീൻ തന്നെ പൊരിക്കാന്നുള്ളതിൽ മോണ്ടന് അയില കൂട്ടില്ല. പിന്നെ അയില മുളകിട്ടാൽ പിന്നെ കൂട്ടും, തേങ്ങ അരച്ചാലും വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ, പൊരിച്ചാലും കഴിക്കൂല. അപ്പോൾ പിന്നെ മുളകിടാൻ തന്നെ ചെയ്യാം അങ്ങനെ. അപ്പോൾ നമ്മൾ അത്താഴത്തിൻ്റെ സമയത്ത് മുളക് കറി കൂട്ടുമ്പോൾ മുളക് കറി ഉണ്ടാക്കുമ്പോൾ അധികം മുളകും പൊടിയൊന്നും ഇല്ലാതെ അധികം എരിവില്ലാതെ അങ്ങനെ ഉണ്ടാക്കുക. പച്ചമുളകൊന്നും ഇടില്ല കേട്ടോ ഞാൻ മുളക് കറിയിൽ, അധികം എരിവില്ലാതാണ് ഉണ്ടാക്കുക അങ്ങനെ. ഇനിയിപ്പോൾ ഞാൻ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി മസാല പെട്ടി വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്നും നമ്മളിപ്പോൾ ഫ്രൈ ചെയ്യൂല കേട്ടോ, അത്താഴത്തിൻ്റെ ടൈമിൽ ഫ്രൈ ചെയ്യുള്ളൂ. കറി ഉണ്ടാക്കി വെക്കും, അതുപോലെ തന്നെ ഉപ്പേരിക്കുള്ളത് അരിഞ്ഞൊക്കെ വെക്കും. അത്താഴത്തിൻ്റെ ടൈമിൽ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിട്ട് പിന്നെ ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ അതേക്കുള്ള നോർമൽ നമ്മൾ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ടൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണേ. ഇനിയിപ്പോൾ ഞാൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി ഒന്ന് നല്ല ചൂടായി വന്നതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിലേക്ക് ചെറിയ ഉള്ളിയും ഉലുവയും കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ. നമ്മൾ സാധാ മുളക് കറിയൊക്കെ ഉണ്ടാക്കില്ല അതുപോലെ തന്നെ. ഇനിയിപ്പോൾ ഇത് മൂന്നൊന്നും നല്ലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ നമുക്ക് എത്ര കറി വേണം അതിനനുസരിച്ച് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് നല്ല മൂപ്പിച്ചെടുക്കുക. പിന്നെ തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടണം കേട്ടോ, വെന്ത് വരണം. അതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പുളി കലക്കി വെക്കുന്നത്. അപ്പോൾ ഞാൻ ആ പൊടികളൊക്കെ ഇട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത് ഇതുപോലെ. ഇനിയിപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാനേ. ഒരു തക്കാളി ആയിട്ട് എടുത്തിട്ടുള്ളത്, വലിയൊരു പഴുത്ത തക്കാളി തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തക്കാളി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് കറിയിലൊക്കെ അത്യാവശ്യം പുളി ഉണ്ടായാലും ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ കുറച്ചധികം പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടൊന്ന് തിളപ്പിക്കാൻ വെക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അധികം തന്നെ തിളച്ച് വരണം. അതിന് ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പേരിലേക്ക് ചിരങ്ങാണ് ഇട്ടെടുക്കുന്നത്. അപ്പോൾ നല്ല ഇലയിൽ ചിരങ്ങാണ്, പിന്നെ തൊലിയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിപ്പോൾ
തൊലി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ മുഴുവനായിട്ടൊന്നും നമ്മൾ ഉണ്ടാക്കിയാൽ മക്കൾക്കൊക്കെ കൂട്ടാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ നിർബന്ധിച്ച് കൂട്ടിക്കൂട്ടാം മക്കളെ കൊണ്ടൊക്കെ ഉപ്പേരി. അങ്ങനെ അത്താത്തിൻ്റെ ടൈം ആകുമ്പോൾ അവർക്ക് കൂട്ടാൻ ഭയങ്കര മടിയാണ്. പൊതുവേ പച്ചക്കറി കൂട്ടാൻ ഭയങ്കര കുറച്ച് പിന്നിക്കാണ്, എന്നാലും അത്താഴത്തിൻ്റെ ടൈം ആകുമ്പോൾ അധികമാണ്, എന്നാലും കൂട്ടിക്കോ. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ ചിരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കുക്കറിലേക്ക് ഇട്ടെടുത്തിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. പെട്ടെന്നൊന്ന് വേവാൻ വേണ്ടിയിട്ടാണിത് ഞാൻ. അപ്പോൾ ഇതിലേക്ക് ഞാൻ സാധാ ചിരങ്ങ വേവിക്കുമ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ചിരങ്ങ വേവിച്ചെടുക്കാം. കുക്കറിലല്ലാതെ നമ്മൾ വേവിച്ചെടുക്കുമല്ലോ വറവ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ആവണേ ഉള്ളൂ. അപ്പോൾ ഞാനിതാ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ വരുന്ന വരെ ഒന്ന് ചിരങ്ങ വേവിച്ചെടുക്കട്ടെ. ബാക്കി പിന്നെ വറവ് ചെയ്യൽ അങ്ങനത്തെയൊക്കെ ഞാൻ പിന്നെ അത്താഴത്തിനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഒരു വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മളെ കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മീനിട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മല്ലിയിലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് കറി ഞാൻ ഓഫ് ചെയ്തു. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അധികം വേവില്ലാത്ത അരിയാട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അരമണിക്കൂർ കൊണ്ട് തന്നെ ചോറ് റെഡി ആയിരിക്കണേ. ഇനിയിപ്പോൾ ഞാൻ ചോറൊക്കെ ഒന്ന് ഊറ്റി വെച്ചു. പിന്നെ സിങ്കും കൂടെ നമുക്ക് കഴുകാണ്ടല്ലോ. അപ്പോൾ നമ്മൾ വേസ്റ്റൊക്കെ അപ്പോൾ തന്നെ ഞാൻ വേസ്റ്റ് ഇട്ടിരുന്ന ഒരു പാത്രം ഉണ്ടായിരുന്നു, അതിലേക്ക് കൊണ്ടിട്ടു. എന്നിട്ട് വേസ്റ്റ് പാത്രം ഒക്കെ കഴുകി വെച്ചതിന് ശേഷം സിങ്ക് ഒന്ന് ഞാൻ നല്ല അരച്ച് കഴുകാനിട്ട് നമ്മൾ മീൻ കട്ടയിലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ സിങ്ക് കഴുകാന്നുള്ളതിൽ കബോർഡ് കൗണ്ടർ ടോപ്പ് തുറക്കുമ്പോൾ സിങ്ക് കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇപ്പോൾ സിങ്ക് കഴുകലും എല്ലാതും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോമ്പ് തുറന്ന ഉടനെ ചെയ്യുന്ന പരിപാടിയാണ്. ഇപ്പോൾ എല്ലാതും നേരം വൈകി നോമ്പ് തുറന്ന് മഗ്‌രിബ് നിസ്കാരം മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചെയ്യും. നേരം വൈകുകയാണെങ്കിൽ അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കരിക്കണ മുന്നേ തന്നെ ചെയ്യൂട്ടാം. അങ്ങനെ ഇനിയിപ്പോൾ സിങ്ക് കഴുകൽ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ കിച്ചണിൻ്റെ നില ഒന്ന് തുടക്കം കൂടെ ചെയ്തിട്ടാം. അപ്പോൾ അത് ഞാൻ നോമ്പ് ഇറക്കണ മുന്നേ ചെയ്യുന്നതാണ്. കാരണം ഞങ്ങൾ അധികം നോമ്പ് ഇറക്കാൻ ഇരിക്കൽ കിച്ചണിൽ താഴെയായിട്ടാണ് ഇരിക്കൽ. അപ്പോൾ നമ്മൾ ഡൈനിങ് ടേബിൾക്ക് എപ്പോഴെങ്കിലും നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസമൊക്കെ നമ്മൾ ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് അങ്ങനെ കഴിക്കുള്ളൂ. അധികം ഞങ്ങൾ കിച്ചണിൽ താഴെ ഇരുന്നിട്ട് തന്നെ കഴിക്കുക. അപ്പോൾ ഞാൻ നോമ്പ് ഇറക്കണ മുന്നേ തന്നെ കിച്ചണിൽ സാധാ തുടക്കലുണ്ടോ ഒന്ന്. ഇനിയിപ്പോൾ ഞാൻ കിച്ചണിൽ നിന്ന് തുടച്ചു. കിച്ചണൊക്കെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. പിന്നെ ഇതിൻ്റെ മേലെഴുകൽ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം 11:30 മണിയൊക്കെ കഴിക്കണ്ട കുഞ്ഞിരായ വരുമ്പോൾ. അപ്പോൾ വന്ന ഉടനെ കുഞ്ഞിരായ പറഞ്ഞു നമുക്ക് സോഡ കുടിക്കാൻ പോവുക, എന്തോ ഒരു സോഡൻ്റെ പേര് പറഞ്ഞ് അത് കുടിക്കാൻ പോവുക എന്നുള്ളതിൽ അങ്ങനെ പോവാട്ടോ. അപ്പോൾ ഞങ്ങൾ 11:30 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക ചക്കരമൂല എന്ന് പറഞ്ഞ സ്ഥലമില്ല, അവിടെ ഇങ്ങനെ സോഡ ഉണ്ട്, നല്ല ആളാണ്, നമുക്കവിടെ പോയി കുടിക്കുക എന്നുള്ളതിൽ അങ്ങനെ പോയി. ഇപ്പം മക്കൾക്ക് ചെറിയ അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോവാട്ടോ. അങ്ങനെ പോയിട്ട് ഞങ്ങൾ അവിടുന്ന് സോഡൊക്കെ കുടിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് തലവേദനയൊക്കെ ഒന്ന് മാറിക്കോളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല ചെക്കന്മാരാട്ടോ ഫുള്ളുണ്ടായിരുന്നു, ഒരുപാട് ചെക്കന്മാരുണ്ടായിരുന്നു. ഞാൻ അറിയുന്ന കുട്ടികൾ തന്നെ കേട്ടോ അധികം. ഞാൻ പിന്നെ അവിടെ വണ്ടിയിലിരുന്നു. ഇവർ പോയി സോഡൊക്കെ വാങ്ങി ചെറിയ അങ്ങനെയൊക്കെ തിന്നു. എന്തൊക്കെയുണ്ട് വെള്ളം സോഡ അപ്പം ഞങ്ങൾ 4 പേര് 4 ഐറ്റം സോഡ കേട്ടോ കുടിച്ചത്. അപ്പോൾ എനിക്കും നോർമൽ നമ്മളെ നാരങ്ങ സോഡയിൽ ഉപ്പിട്ടിട്ട് അത് മതി പറഞ്ഞു. പിന്നെ മോരൊഴിച്ച സോഡ കുടിച്ചു. പിന്നെ വേറെ എന്തൊക്കെയോ കളർ സോഡയൊക്കെയാണ് കുഞ്ഞിൻ്റെയായും മോനൂസൊക്കെ കുടിച്ചിരുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ
അപ്പോൾ ഒക്കെ ടേസ്റ്റ് ഉണ്ട് പറഞ്ഞു. എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിയില്ല. എനിക്ക് നമ്മൾ നാരങ്ങ സോഡാണ് ടേസ്റ്റ് ആയിട്ട് തോന്നിയത്. പിന്നെ മോരൊഴിച്ചിട്ട് പിന്നെ വേറെ എന്തോ ഒരു കൊഴിച്ചിട്ടുള്ളൊരു സോഡാണ്. അപ്പോൾ നോർമൽ സോഡ തന്നെയാണ് ടേസ്റ്റ് തോന്നിയത് അങ്ങനെ. പിന്നെ അതാ മാങ്ങ ഉപ്പിലൊക്കെ ഇട്ട് മാങ്ങ ഉപ്പിലിട്ടല്ല കട്ട് ചെയ്തിട്ട് അതിലിങ്ങനെ മുള മസാല ഒക്കെ തേച്ചിട്ടുള്ളത് അങ്ങനെ അതും കഴിച്ചു. പിന്നെ ഞങ്ങളിതാ പോന്നു കേട്ടോ. അപ്പോൾ 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ടൈം. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ വീട്ടിലെത്തി. ഞാൻ നമ്മളെ പുറത്തത്തെ ചെടി കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തിട്ട് അപ്പോൾ നല്ല ലൈറ്റിൽ നല്ലൊരു ഗ്ലേസിങ് തോന്നിയിട്ട് എനിക്ക് ആ ചെടി. രാത്രി നമ്മൾ അധികം ചെടി നോക്കാറില്ലല്ലോ. അപ്പോൾ ഇത് ലൈറ്റിൻ്റെ താഴെ അപ്പോൾ നല്ലൊരു ഗ്ലേസിങ് തോന്നി. അപ്പോൾ ഞാൻ ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെന്താ അത്താഴത്തിന് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തു. പിന്നെ ഉപ്പേരി ഒന്ന് വറവ് ചെയ്യാം കേട്ടോ. അപ്പോൾ കടുക് പൊട്ടിച്ചു കറിവേപ്പില ഉണക്കമുളക് ഇട്ടിട്ട് ഞാൻ ഉപ്പേരി ഒന്ന് വറവ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രൈ ഒന്ന് ഞാൻ ഇത് പിന്നെ ചട്ടിയിലേക്ക് ഇട്ടൊന്ന് പരത്തി കൊടുത്ത് മൂടി വെച്ച് ആണ് വേവിച്ചെടുക്കുന്നത് ചെമ്മീനെ. അപ്പോൾ കുറച്ച് വലിയ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം വേവുണ്ടാവും. ഹാഫ് കുക്കായി വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ പിന്നെ വെളുത്തുള്ളി സവാള തക്കാളി ഇട്ടിട്ടൊന്ന് നല്ല മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ആയി വരും. ഇതൊക്കെ നല്ലൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ചോറ് വെക്കണം കേട്ടോ. അപ്പോൾ 4 മണിക്ക് ഞാൻ അത്താഴത്തിന് എണീച്ച് പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഫസ്റ്റ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ ഈ വീഡിയോ പറ്റിയുള്ള എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് എഴുതാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.